എല്ലാവർക്കും നമസ്കാരം. ലൈഫിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് റിസ്ക് മാനേജ്മെന്റ് ജേർണി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ 20 വർഷമായിട്ട് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷുറൻസ് റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അതല്ലാതെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള 2-3 വഴികളുണ്ട്. അതായത് പല ടൈപ്പ് റിസ്ക് ഉണ്ട്, അത് മാനേജ് ചെയ്യാൻ 3-4 വഴികളുണ്ട്. അതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലൈഫിലെ ഏറ്റവും വലിയ റിസ്ക് ആയ നമ്മുടെ ലൈഫിന്റെ ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് റിസ്ക് ആയ ടേം ഇൻഷുറൻസ് പ്ലാനിൽ നമുക്ക് എടുക്കാവുന്ന റൈഡേഴ്സിനെ കുറിച്ചും ഇന്ന് നോക്കുന്നുണ്ട്. അപ്പം ഇൻഷുറൻസിന്റെ ബേസിക്സ്, കാരണം നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കുമ്പോഴും അതിന്റെ ബേസിക്സ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇൻഷുറൻസിന് നമ്മൾ പല പല ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. വാഹന ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്. പക്ഷെ ഇതിനൊരു ബേസിക്സ് മനസ്സിലാവാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഒരു ബേസിക്സ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ മെസ്സേജിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണിത്. റിസ്ക് മാനേജ്മെന്റിലാണ് ഇൻഷുറൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച്, ഇൻഷുറൻസിനെ കുറിച്ചും റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ഈ ഒറ്റ സ്ലൈഡ് മതി. ഇതില് ആദ്യത്തെ പറഞ്ഞു ഹാപ്പൻസ് ഓഫൺ. ലോ ഡാമേജ് വെച്ചാൽ ഫിനാൻഷ്യൽ ഡാമേജ് കുറവ്. ഹാപ്പൻസ് ഓഫൺ, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം എന്നുള്ളത്. മിറ്റിഗേറ്റ്, അത് നമുക്കത് മാനേജ് ചെയ്യാം. അതായത് വേറൊരാളെ ഏൽപ്പിക്കാം. ഇപ്പം ഒരാൾക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പാർട്ടികളിൽ പോകുന്ന ഒരാളുണ്ടെന്ന് നിൽക്കാം. അതായത് മദ്യപാന പാർട്ടികളിൽ പോകുന്ന ഒരാള്, അതിന്റെ നമുക്ക് ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഫൈൻ വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ വരികയാണെങ്കിൽ നമുക്ക് വേറൊരു ക്യാബ് ഏർപ്പാടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിന്റെ കാറിൽ പോകാം. അപ്പോൾ ഹാപ്പൻസ് ഓഫൺ, അതിന്റെ ഡാമേജും ഫിനാൻഷ്യൽ ഡാമേജും കുറവായിരിക്കും. നമ്മൾ ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാം, അതായത് വേറൊരാളെ ഏൽപ്പിക്കാം. ഹാപ്പൻസ് ഓഫൺ, അതായത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം. ഹൈ ഡാമേജ്, അതായത് നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിപ്പുകൾ പോകുന്നുണ്ടാവും. അതില് ഇപ്പൊ അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ അതിൽ മറ്റേ മൗണ്ടനറിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ ഹൈ റിസ്ക് ഉള്ള റൈഡുകളൊക്കെ കാണാം. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭയങ്കരമായ അപകടങ്ങൾ സംഭവിക്കാം, റിസ്കുകൾ സംഭവിക്കാം, ഡെത്ത് തന്നെ സംഭവിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. അത് ആ റിസ്ക്. അപ്പൊ നമ്മൾ റിസ്കുകൾ ഏത് ടൈപ്പ് റിസ്ക് ആണെന്ന് നോക്കിയതിനു ശേഷം അതിനെ ഒന്നുകിൽ മിറ്റിഗേറ്റ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. പിന്നെ ഹാപ്പൻസ് റെയർലി, വല്ലപ്പോഴും സംഭവിക്കുന്നു. ലോ ഡാമേജ്, ഫിനാൻഷ്യൽ ഡാമേജ് കുറവ്. അങ്ങനത്തെ കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ജോബ് ലോസ് പോലത്തെ കാര്യങ്ങൾ, നമുക്ക് ഒരു ജോബ് ലോസ് സംഭവിച്ചാൽ നമ്മൾ 5-6 മാസം കൊണ്ട് നമുക്കത് കരകയറാൻ സാധിക്കും. ഫിനാൻഷ്യൽ ഡാമേജ് വെരി ഹൈ ഒന്നല്ല, വലിയ ഡാമേജ് വരില്ല. അപ്പൊ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എമർജൻസി ഫണ്ട് വെച്ചാൽ നമുക്കൊരു 6 മാസം, ഒരു മാസം നമ്മുടെ ഇൻകം 1 ലക്ഷം രൂപയാണെങ്കിൽ 6 ലക്ഷം രൂപ നമ്മൾ ഈ എമർജൻസി ഫണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ വെച്ചാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഈ റിസ്ക് നമുക്ക് റീറ്റേൺ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇവിടെയാണ് ഇൻഷുറൻസ് വരുന്നത്. അതായത് ഹാപ്പൻസ് റയർലി, അതായത് ഇപ്പം നമ്മുടെ നമുക്ക് ഡെത്ത് പോലെ, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പോലെ, അല്ലെങ്കിൽ ഫയർ, നമ്മുടെ കമ്പനിയിൽ ഫയർ പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുള്ളൂ. പക്ഷേ ഹൈ ഫിനാൻഷ്യൽ ഡാമേജ് ആയിരിക്കും. അതിൽ ഡെത്ത് ഒന്നും നമ്മുടെ ഏണിംഗ് നമ്മൾ തന്നെ ഇല്ലാതാവുകയാണ് ഡെത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അസുഖം വന്നാൽ, വലിയൊരു ക്രിട്ടിക്കൽനെസ് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം ഡാമേജ് വരാം. ഇതിനാണ് ഇൻഷുറൻസ്. അപ്പം ഹാപ്പൻസ് റെയർലി, വല്ലപ്പോഴും സംഭവിക്കുന്ന ഹൈ ഡാമേജ് കാര്യങ്ങൾ നമ്മൾ ഇൻഷുറൻസ്, അതായത് റിസ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത്. അപ്പം അത് ഇൻഷുറൻസിലും വരുന്നു. ഈ 4 നമുക്കപ്പം നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഏത് റിസ്കിലാണ് വരുന്നത് അതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് വരുന്നത്. അപ്പൊ ടേം ഇൻഷുറൻസ് നമ്മൾക്ക് തന്നെ ഡെത്ത് സംഭവിക്കുന്ന, അപ്പോൾ ആ റിസ്കിനെ എന്തൊക്കെ നമുക്ക് റൈഡേഴ്സ് എടുക്കാം അതിന്റെ കൂടെ തന്നെ. അതായത് ആ ടേം ഇൻഷുറൻസ് കൂടെ റൈഡേഴ്സിനെ കുറിച്ചും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗത്ത് മുഴുവൻ കാണുക. താങ്ക് യു. അപ്പൊ നമ്മള് പല പല റിസ്കുകളെ കുറിച്ചും ഏറ്റവും വലിയ റിസ്ക് ആയിട്ടുള്ള ലൈഫ്, അതായത് നമ്മൾക്ക് ഡെത്ത് സംഭവിച്ചാൽ നമ്മൾ എടുക്കേണ്ട ടേം പ്ലാനിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലൊന്ന് നോക്കി. ഇനി നമുക്ക് ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട റൈഡേഴ്സ്, അതായത് ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ ആ സംഭവിച്ചത് 50 ലക്ഷമാണോ 1 കോടിയാണോ അത് കിട്ടും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുക്കേണ്ട റൈഡേഴ്സ് വെച്ചപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വട കൂടെ റൈഡറായിട്ട് തരുമല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ തന്നെ ഇതിന്റെ കൂടെ എടുക്കേണ്ട പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള, കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്
ടേം ഇൻഷുറൻസിന്റെ കൂടെയുള്ള റൈഡേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ആവശ്യകത, അതായത് എടുക്കേണ്ടതാണോ നീഡ്ഫുൾ ആണോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡിസേബിലിറ്റി റൈഡർ, അതായത് നമുക്കിപ്പം ഒരു എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു, അത് കഴിഞ്ഞ് ഡെത്ത് സംഭവിക്കാം. പക്ഷെ ഡെത്തിനോട് ഈക്വലിറ്റി ആയിട്ട് പെർമനന്റ് ഡിസബിലിറ്റി അതൊക്കെ സംഭവിക്കാം. നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അത് ഡെത്തിനേക്കാളും ഭീകരമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് സമ്മർഷോർഡ് ഈ 50 ലക്ഷം, 1 കോടി, 2 കോടി എത്ര സമ്മർഷോർഡ് കിട്ടുന്ന ഡിസബിലിറ്റി റൈഡർ അത് എന്തായാലും നമ്മുടെ ടേം ഇൻഷുറൻസിന്റെ കൂടെ എല്ലാവരും എടുത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ഇത് ഒരു ഇമ്പോർട്ടന്റ് റൈഡർ ആണ്. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖം, അതായത് ക്യാൻസർ പോലെ, കിഡ്നി ട്രബിൾ പോലെ ഉള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 16 അല്ലെങ്കിൽ 20 അസുഖങ്ങളൊക്കെ ആയിരിക്കും ലൈഫ് ഇൻഷുറൻസിൽ ഇതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് അവര് പറയുന്നത്. ആ അസുഖം ഡിറ്റക്ട് ചെയ്താൽ ഒരുമിച്ച് ഒരു സമ്മർഷോർഡ് തരുന്ന ഒരു റൈഡറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. അത് വളരെ കോസ്റ്റ് കുറവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റൈഡർ എന്തായാലും നിങ്ങൾ ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. വലിയൊരു കോസ്റ്റും വരില്ല, പക്ഷെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള റൈഡറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. അതുപോലെ തന്നെ ആക്സിഡന്റ് ഡെത്ത് റൈഡർ, ആക്സിഡന്റ് ഡെത്ത് ആണെങ്കിൽ നമുക്ക് ഡബിൾ സമ്മർഷോർഡ് വരുന്ന റൈഡേഴ്സ് എല്ലാത്തിലും ഉണ്ട്. നമ്മൾ 1 crore പ്ലാൻ എടുത്തു, ആക്സിഡന്റ് ഡെത്ത് ആണ് സംഭവിക്കുന്നത് 2 crore വരുന്ന 2 crore തരുന്ന റൈഡറാണ് ആക്സിഡന്റ് ഡെത്ത് റൈഡർ. അത് എന്തായാലും എടുക്കണം. വളരെ ചെറിയ പ്രീമിയം അതിന് വരുള്ളൂ. റൈഡേഴ്സ് അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മൾ പ്ലാൻ എടുക്കുമ്പോൾ അതിന്റെ കൂടെ എന്തൊക്കെ റൈഡർ ഉണ്ട്, എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം, മറക്കണ്ട. അതുപോലെ തന്നെ വെയ്വർ ഓഫ് പ്രീമിയം റൈഡർ, നമുക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രീമിയംസ് അടയ്ക്കേണ്ടാത്ത വെയ്വർ ഓഫ് പ്രീമിയം, അടുത്ത പ്രീമിയംസ് വെയ്വ് ഓഫ് ചെയ്യുന്ന റൈഡർ ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കണം. കാരണം നമുക്ക് ഡിസബിലിറ്റി വന്നു, നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മുടെ പെർമനന്റ് ഡിസബിലിറ്റി ആണ്. അതിനുശേഷം ചില കമ്പനികൾ വെയ്വർ ഓഫ് പ്രീമിയം റൈഡർ കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ അത് എന്തായാലും ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ കൂടെ എടുത്തു വെക്കണം. മറ്റൊരു റൈഡറാണ് ടെർമിനൽ ഇൽനെസ് റൈഡർ. അതായത് നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണ്, ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നമുക്ക് ഡെത്ത് സംഭവിക്കുന്നു, ഡോക്ടർ സർട്ടിഫൈഡ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ടെർമിനൽ ഇൽനെസ് റൈഡർ ഉണ്ട്. ഇത് മസ്റ്റ് അല്ല, ഇത് എടുത്തു വെക്കണമെങ്കിൽ എടുത്തു വെക്കാം ടെർമിനൽ ഇൽനെസ് റൈഡർ. അതുപോലെ ഇൻകം ബെനിഫിറ്റ് റൈഡർ എന്ന റൈഡർ ഉണ്ട്. അതും അതായത് നമുക്കിപ്പോൾ 1 കോടി രൂപ ഒരുമിച്ച് തരുന്നതിന് പകരം നമുക്ക് കഴിഞ്ഞ അടുത്തൊരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കൊണ്ട് മന്ത്ലി ആയിട്ട്, അതായത് 120 മാസം കൊണ്ട് നമുക്ക് 80,000 അല്ലെങ്കിൽ 1 lakh rupees വെച്ചിട്ട് തരാൻ. അതായത് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഈ വലിയ എമൗണ്ട് വന്നാൽ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ യൂഷ്വലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരുമിച്ച് തന്നെ. കാരണം നമുക്കൊരു ഡെത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപാട് വലിയൊരു കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ആദ്യം വരും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് എമൗണ്ട് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ എന്റെ കസ്റ്റമേഴ്സിനോട് സജസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യാം. പക്ഷെ എന്റെ സജഷൻ ലംസം, ഈ റൈഡർ എടുക്കേണ്ട, ലംസമായിട്ട് എമൗണ്ട് കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. അതുപോലെ റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള ഒരു റൈഡർ ഉണ്ട്. അത് മസ്റ്റ് ആയിട്ടും വേണ്ട. കാരണം നമുക്ക് ഈ സാധാരണ ടേം ഇൻഷുറൻസിൽ വരെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം മുഴുവൻ തിരിച്ചു തരുന്നതാണ്. അടയ്ക്കുന്ന പ്രീമിയം എന്ന് വെച്ചാൽ 20,000 രൂപയാണ് 1 കോടിക്ക് സാധാരണ പ്ലാനെങ്കിൽ, 40,000 50,000 രൂപയായിരിക്കും റിട്ടേൺ ഓഫ് പ്രീമിയത്തിന്റെ എമൗണ്ട് വരിക. അത് കഴിഞ്ഞിട്ട് 50,000 രൂപ വെച്ചിട്ട് നമ്മൾ എത്രയാണോ 10 കൊല്ലം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപ തിരിച്ചു തന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഈ ബാലൻസ് ഉള്ള എമൗണ്ട്, അതായത് 30,000 രൂപ ബാലൻസ് ഉള്ള ആ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ തന്നെ വളരെയധികം ഇതിന്റെ ഒരു 10 ടൈംസ് ആയി മാറും. അതുകൊണ്ട് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള റൈഡർ എന്തായാലും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ സജഷൻ. ഇൻഷുറൻസ് ഫണ്ടമെന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ടേം ഇൻഷുറൻസിലെ വിവിധ റൈഡേഴ്സിനെ കുറിച്ചും ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ടേം ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പല കമ്പനികൾ നിങ്ങൾ കമ്പയർ ചെയ്ത് ബെസ്റ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഈ നമ്പറുകൾ വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുവരെ എല്ലാവർക്കും ബൈ ബൈ.